ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എൻകോഡർ സർക്യൂട്ട്, എൻകോഡർ ഫോർ 7,4 സൈക്ലിക് കോഡ് ആയിരുന്നു. അപ്പൊ ഇനി അടുത്തത് നമ്മൾ എൻകോഡ് ചെയ്തു, ട്രാൻസ്മിറ്റ് ചെയ്തു, അതാണ് ഡിസ്കസ് ചെയ്തത് എൻകോഡർ സർക്യൂട്ട്. നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിസീവർ പാർട്ടിലാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ലീനിയർ ബ്ലോക്ക് കോഡിൽ പഠിച്ചിട്ടുള്ളത് വെച്ച് തന്നെ അതിന് കമ്പയർ ചെയ്താണ് നമ്മൾ മിക്കതും പഠിക്കുന്നത് അല്ലെ. ഒരെണ്ണം പഠിച്ചു, അതേ രീതിയിൽ കമ്പയർ ചെയ്തായിരിക്കും പഠിക്കുന്നത്. അപ്പൊ സിൻഡ്രോം ഡീകോഡിങ്, അടുത്ത നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോൾ സിൻഡ്രോം അവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. സിൻഡ്രോമിൽ നിന്ന് എറർ വെക്ടർ കണ്ടുപിടിക്കണം. എറർ വെക്ടറും റിസീവറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ട്രാൻസ്മിറ്റ് ചെയ്ത മെസ്സേജ് തന്നെയായിരിക്കും. സിൻഡ്രോം 0 ആയിരിക്കും എറർ ഒന്നും ഇല്ലെങ്കിൽ. അപ്പൊ ആദ്യം നമ്മൾ സിൻഡ്രോം 0 ആണോ എന്ന് നോക്കി. സിൻഡ്രോം 0 ആണെങ്കിൽ there is no error, the transmitted signal as well as the received signal is same. ഇനി അടുത്ത സിൻഡ്രോം 0 അല്ലെങ്കിൽ we will be finding the error vector. എറർ വെക്ടറിൽ E is equal to എത്രയെങ്കിലും, ഇപ്പൊ 7 ബിറ്റ് കോഡ് ആണെങ്കിൽ 7 ബിറ്റ് ഉണ്ടാവും എറർ. അതിൽ ഏത് ബിറ്റിലാണ് എറർ, ഏത് ബിറ്റിലാണ് 1 വരുന്നത് ആ ബിറ്റ് ആയിരിക്കും എറർ. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എക്സോർ അഡീഷൻ ആയതുകൊണ്ട് റിസീവ് ചെയ്ത സാധനം പ്ലസ് എററും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ട്രാൻസ്മിറ്റഡ് സാധനം കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ ഓൾറെഡി ലീനിയർ ബ്ലോക്ക് കോഡിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. കുറച്ച് ഇക്വേഷൻസിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ സർക്യൂട്ടിലുള്ള വ്യത്യാസമാണ് ആകെ ഉള്ളത്. ഓക്കെ, ചെയ്യുന്ന കാര്യങ്ങള് ഒരേ കാര്യങ്ങൾ തന്നെ. ഇപ്പൊ നെക്സ്റ്റ് വൺ സിൻഡ്രോം കാൽക്കുലേഷൻ. എന്തിനാ യൂസ് ചെയ്യുന്ന? എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ ആണ്. അപ്പൊ അതിന് കുറെ തിയറീസ് പറഞ്ഞിട്ടുണ്ട്. വരയ്ക്കുന്ന നമുക്ക് പ്രോബ്ലം ചെയ്യുന്നത് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോ സിൻഡ്രോം ജസ്റ്റ് വേണ്ട പോയിന്റ്സ് മാത്രം പറയാം. അപ്പോൾ ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്യും. അത് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ട്രാൻസ്മിറ്റഡ് ആയിരിക്കും. റിസീവ് ചെയ്യുന്ന മെസ്സേജ് ഇസഡ്, അത് മേ നോട്ട് ബി ദി ട്രാൻസ്മിറ്റഡ് കോഡ് വെക്ടർ ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എറർ ഉണ്ടാവും. അപ്പൊ ഡീകോഡർ ആദ്യം എന്ത് ചെയ്യും? ഡീകോഡർ ഫസ്റ്റ് ടെസ്റ്റ് വെദർ ദി റിസീവ്ഡ് വെക്ടർ ഈസ് എ വാലിഡ് കോഡ് വെക്ടർ ബൈ കാൽക്കുലേറ്റിംഗ് ദി സിൻഡ്രോം. ഇഫ് ദി സിൻഡ്രോം ഈസ് 0, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സിൻഡ്രോം 0 ആണ്, റിസീവ്ഡ് പോളിനോമിയൽ ഈസ് ഡിവിസിബിൾ ബൈ ജനറേറ്റഡ് പോളിനോമിയൽ. കാരണം ഇവിടെ ഡിവിഷൻ വെച്ചിട്ടാണ് സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിൻഡ്രോം 0 ആണെങ്കിൽ ഇൻ എഫക്ട് എന്താണ്? റിസീവ്ഡ് വെക്ടർ ഈസ് എ വാലിഡ് കോഡ് വേർഡ് ആണ്. അല്ലെങ്കിൽ സിൻഡ്രോം 0 അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് കോഡ് വേർഡ്. അപ്പൊ ഇവിടെ ഒറ്റ കാര്യം ഓർക്കുക, സിൻഡ്രോം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സിൻഡ്രോം എസ് ഓഫ് എക്സ് ഓഫ് റിസീവ്ഡ് വെക്ടർ ഈസ് ദി റിമൈൻഡർ റിസൾട്ടിങ്. ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈസ് ദി റിമൈൻഡർ. അപ്പൊ സിൻഡ്രോം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഈസ് ദി റിമൈൻഡർ റിസൾട്ടിങ് ഫ്രം ഡിവൈഡിങ് ഇസഡ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. അപ്പൊ ഇസഡ് ഓഫ് എക്സ് ആ കിട്ടിയ സാധനത്തിന് ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി സിൻഡ്രോം. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡ് ഓഫ് എക്സിന് റിസീവ്ഡ് സാധനത്തിന് ജനറേറ്റർ മെട്രിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറിനെയാണ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഒരു കാര്യം ഓർക്കുക, റിമൈൻഡർ വരുന്ന എല്ലാ കേസിലും നമ്മൾ ഏതാണ്ട് ഒരേപോലത്തെ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. റിമൈൻഡർ വരുന്ന എല്ലാ കേസിലും എന്താണ് നമ്മൾ യൂസ് ചെയ്തത്? ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ റിമൈൻഡർ വരുന്ന എല്ലാ കേസിലും നമ്മൾ എന്ത് ചെയ്തു? റിമൈൻഡർ വരുന്ന എല്ലാ കേസിലും നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പിന് ജനറേറ്റർ മെട്രിക്സ്, ഞാൻ നേരത്തെ സൈക്ലിക് കോഡ് പറഞ്ഞു. ഓക്കെ, സൈക്ലിക് കോഡിന്റെ കേസ് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങൾ ഓർമ്മയിൽപ്പെടുത്തുകയാണ്. സൈക്ലിക് കോഡിന്റെ കേസ് പറഞ്ഞു. നമ്മൾ ഫിഗർ വരയ്ക്കാനുള്ള ടെക്നിക്ക് കണ്ടുപിടിച്ചു. പ്രീവിയസ് വീഡിയോസ് നോക്കുക. അപ്പോൾ ജനറേറ്റർ മെട്രിക്സും
ഫ്ലിപ്പ് ഫ്ലോപ്പും അല്ലെ, ഫ്ലിപ്പ് ഫ്ലോപ്പും ജനറേറ്റർ മെട്രിക്സിന്റെ ഈ കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ആ റിമൈൻഡർ കണ്ടുപിടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ജനറേറ്റർ മെട്രിക്സും ഫ്ലിപ്പ് ഫ്ലോപ്പും കൊണ്ടുള്ള ഈ സർക്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ആർ ഫൈൻഡിങ് ദി റിമൈൻഡർ. കാരണം നമ്മൾ സിസ്റ്റമാറ്റിക് കോഡ് പഠിച്ചപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കണം, സിസ്റ്റമാറ്റിക് കോഡ് വേർഡ് എങ്ങനെയാണ് കിട്ടിയത്? എക്സ് റൈസ് ടു എൻ മൈനസ് കെ ഡി ഓഫ് കെ. നമ്മളെ മെസ്സേജിന് അതായത് ഡി ഓഫ് കെ എക്സ് റൈസ് ടു എൻ മൈനസ് കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ജനറേറ്റർ മെട്രിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്. അവർ ആ ഒന്നുകൂടെ കേൾക്കുക, ഡി ഓഫ് കെ മെസ്സേജിന് എക്സ് റൈസ് ടു എൻ മൈനസ് കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ജനറേറ്റർ മെട്രിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് അല്ലെ, നമ്മൾ മോഡുലസ് വെച്ചാണ് പറഞ്ഞത്. കിട്ടുന്ന റിമൈൻഡർ ആണ് എന്തെന്ന് പറയുന്നത്? റിഡൻഡന്റ് ബിറ്റ്. ഞാൻ ജസ്റ്റ് ആ ഇക്വേഷൻസ് ഒന്ന് എടുക്കാം. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. സിസ്റ്റമാറ്റിക് കോഡില് ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർക്കുക. നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ പറയാണ്. റിമൈൻഡർ കണ്ടോ, റിമൈൻഡർ പോളിനോമിയൽ ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് എക്സ് ഓഫ് എൻ മൈനസ് കെ ഇൻറ്റു ഡി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ്. അതായിരുന്നു നമുക്ക് എന്ത് കിട്ടുന്ന റിഡൻഡന്റ് ബിറ്റ്. മനസ്സിലായല്ലോ? അപ്പോ ഒരെണ്ണത്തിന് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കിട്ടുമ്പോഴുള്ള സർക്യൂട്ട് എന്തൊക്കെ ഉണ്ടാവും? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ജനറേറ്റർ മെട്രിക്സും പിന്നെ എന്താണ് ജനറേറ്റർ മെട്രിക്സും പിന്നെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നുള്ളതും കൂടെ ഒക്കെ ചേർന്നിട്ട് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ റിമൈൻഡർ പോളിനോമിയൽ കിട്ടണമെങ്കിൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ജനറേറ്റർ മെട്രിക്സ് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പും. ജനറേറ്റർ മെട്രിക്സും ഫ്ലിപ്പ് ഫ്ലോപ്പും വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് എന്ത് ഉപയോഗിക്കുന്നത്? റിമൈൻഡർ പോളിനോമിയൽ അല്ലെങ്കിൽ റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ എൻകോഡർ സർക്യൂട്ട് വരച്ചപ്പോൾ നോക്കുക, എൻകോഡർ സർക്യൂട്ടിൽ എന്തൊക്കെയുണ്ട്? എൻകോഡർ സർക്യൂട്ട് ആൾസോ കൺസിസ്റ്റ് ഓഫ് എന്താണ്? എൻകോഡർ സർക്യൂട്ട് ആൾസോ കൺസിസ്റ്റ് ഓഫ് ജനറേറ്റർ മെട്രിക്സ് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പൊ ജനറേറ്റർ മെട്രിക്സ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു കണക്ഷൻ ഒക്കെ വരുന്നത് എന്തിനു വേണ്ടിയാണ്? ഫോർ ഒബ്റ്റൈനിങ് ദി റിമൈൻഡർ പോളിനോമിയൽ. വേറെ രീതി പറഞ്ഞാൽ രണ്ടെണ്ണം ഡിവൈഡ് ഒക്കെ ചെയ്യുന്ന കേസസിൽ എന്ത് സംഭവിക്കും? there will be a generator matrix and there is a flip flop. ആണല്ലോ? ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടാവുക. നമ്മൾ വരയ്ക്കാൻ ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല, ഈ ഒരു ഐഡിയ എല്ലാവർക്കും മനസ്സിലുണ്ടാവുക. ഓക്കെ, അപ്പോ അതേപോലെ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അവിടെ എന്താണ് സംഭവിക്കുന്നത്? സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും റിസീവ്ഡ് വെക്ടർ ഈസ് ഡിവൈഡഡ് by g of x. Received vector is divided by g of x. എന്നിട്ട് ആ റിമൈൻഡർ ആണ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ സർക്യൂട്ട് വിൽ ബി സംവാട്ട് സിമിലർ ടു അവർ എൻകോഡർ സർക്യൂട്ട്. എൻകോഡർ സർക്യൂട്ട് പോലെ ഏതാണ്ട് സിമിലർ ആയിരിക്കും. കാരണം there will be a generator matrix, പിന്നെ എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടായിരിക്കും. കാര്യം എന്താണ്? ആ റിമൈൻഡർ അവസാനം ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ വാല്യൂ ആയിരിക്കും റിമൈൻഡർ. അവസാനം ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഉണ്ടാകുന്ന വാല്യൂ ആയിരിക്കും റിമൈൻഡർ പോളിനോമിയൽ. ഇവിടെ റിമൈൻഡർ പോളിനോമിയൽ എന്താണ്? സിൻഡ്രോം ആണ്. എൻകോഡറിന്റെ കേസിൽ റിമൈൻഡർ പോളിനോമിയൽ എന്താണ്? ഇറ്റ് വിൽ ബി ദി റിഡൻഡന്റ് ബിറ്റ്സ്. ക്ലിയർ ആയല്ലോ? അപ്പൊ സർക്യൂട്ട് ഏതാണ്ട് സിമിലർ ആയിട്ട് വരും. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ റിസീവ്ഡ് വെക്ടറിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അവിടെ മെസ്സേജ് വെക്ടർ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് കെ ആണ്. മെസ്സേജ് വെക്ടർ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് കെ ആണ് ഡിവൈഡ് ചെയ്യേണ്ടത് ജി ഓഫ് എക്സ്. അപ്പൊ ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവും. എൻകോഡർ സർക്യൂട്ട് വരയ്ക്കാനുള്ള ടെക്നിക്കൊക്കെ എല്ലായിടത്തും പറഞ്ഞതും നമ്മൾ ഓൾറെഡി വരച്ചതാണ് പ്രീവിയസ് ക്ലാസ്സിൽ. ഇനി അത് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് വരയ്ക്കുന്നു? സിൻഡ്രോം വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ അതിൽ എന്ത് ചേഞ്ച് വരുത്തുന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാം. അതായത് നമ്മളെ എൻകോഡർ സർക്യൂട്ടിൽ എന്ത് ചേഞ്ചസ് ആണ് വരുത്തുന്നത്. എൻകോഡർ സർക്യൂട്ടിൽ ഞാൻ പറഞ്ഞു ആദ്യം എൻകോഡർ വെച്ച് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് എൻകോഡറിന്റെ ക്ലാസ് എല്ലാവരും നോക്കുക, എന്നിട്ട് ഇതിലോട്ട് വരിക കേട്ടോ. അപ്പൊ ആ എൻകോഡർ സർക്യൂട്ട് ആകുമ്പോൾ R0, കാര്യം എൻകോഡർ കഴിഞ്ഞാണല്ലോ ഡീകോഡർ വരുന്നത്. അപ്പൊ എൻകോഡറിൽ നമുക്കറിയാം R0 ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എണ്ണം എന്തായിരിക്കും? ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി ദി നമ്പർ ഓഫ് റിഡൻഡന്റ് ബിറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ R0, R1 എക്സെട്ര. അപ്പൊ റിഡൻഡന്റ് ബിറ്റിന്റെ വാല്യൂ R⁻n - k - 1 ആണ്. R⁻n - k - 1 ആണ്. ഓക്കെ, അപ്പൊ അവിടെ R0, R1 എക്സെട്ര ടു Rn - k - 1 ആണ്. ഇവിടെയും സെയിം സാധനം തന്നെയാണ് വരയ്ക്കേണ്ടത്. നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് സെയിം ഫോർ സിൻഡ്രോം ആസ് വെൽ ആസ് റിഡൻഡന്റ് ബിറ്റ്സ്. നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് സെയിം ഫോർ സിൻഡ്രോം ആസ് വെൽ ആസ് റിഡൻഡന്റ് ബിറ്റ്. ഇവിടെ സിൻഡ്രോം ആയതുകൊണ്ട് S കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ വ്യത്യാസമൊന്നും ഇല്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ?
ഒരു സെക്കൻഡ്. നെക്സ്റ്റ് വൺ. അപ്പോ സിൻഡ്രോമിന്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായി. സിൻഡ്രോമിന്റെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എണ്ണം ഇറ്റ് ഈസ് സെയിം ആസ് അവർ എൻകോഡർ. എൻകോഡറിന് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടായിരുന്നു അത്രയും ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെ മതി. അപ്പൊ ഒരു കാര്യം ഓർക്കുക, ഡീകോഡർ മാത്രം ശ്രദ്ധിക്കുന്നവര് ആലോചിക്കുക, ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എണ്ണം റിഡൻഡന്റ് ബിറ്റിന്റെ അത്ര എണ്ണമാണ്. റൂളൊന്നും അല്ല, നമ്മൾ വരയ്ക്കാൻ എളുപ്പത്തിന് പറയുന്നതാണ്. അത് എൻകോഡർ ആയാലും ഡീകോഡർ ആയാലും ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എണ്ണ റിഡൻഡന്റ് ബിറ്റിന്റെയാണ്. റിഡൻഡന്റ് ബിറ്റ് നമുക്കറിയാം എത്രയാണ്, 6 ബിറ്റ് അല്ലെങ്കിൽ n-k ആണല്ലോ റിഡൻഡന്റ് ബിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ 0 തുടങ്ങുന്നത് കൊണ്ട് n-k-1 വരും. ക്ലിയർ ആയാലും? അപ്പൊ S0, S1 എക്സെട്ര അപ് ടു S of n-k-1. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞു എൻകോഡറിന്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു. എല്ലാ എൻകോഡറിൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഫ്രണ്ടില് എന്ത് വരയ്ക്കാൻ പറഞ്ഞു? ഒരു ഓർ ഗേറ്റ്, ഒരു എക്സോർ ഗേറ്റ് വരയ്ക്കാൻ പറഞ്ഞു. അപ്പൊ S0യുടെ ഫ്രണ്ടിൽ ഒരെണ്ണം വരച്ചു, S1ന്റെ ഫ്രണ്ടിൽ ഒരെണ്ണം വരച്ചു, അതേപോലെ S2ന്റെ ഫ്രണ്ടിൽ വരയ്ക്കും, എക്സെട്ര അപ് ടു n-k-1ന്റെ ഫ്രണ്ടിലും വരച്ചു. ഇവിടെ n-k-1ന്റെ ഫ്രണ്ടിലും വരയ്ക്കണമായിരുന്നു. ഏതാണ്? എൻകോഡർ ആണെങ്കിൽ. ഞാൻ കമ്പയർ ചെയ്യണം, നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പത്തിന് കമ്പയർ ചെയ്യണം. എൻകോഡർ അറിയാവുന്നവർക്ക് സിമ്പിൾ ആയിട്ട് ഡീകോഡർ വരയ്ക്കാനാണ്. ഓക്കെ, അപ്പോ നേരത്തെ കേസിൽ എല്ലാത്തിന്റെയും ഫ്രണ്ടില് ഒരു എക്സോർ ഗേറ്റ് വരയ്ക്കുമായിരുന്നു. അപ്പൊ ഇവിടെ ഇത് ടെക്നിക്കാണേ, ഒന്നും തിയറി വെച്ച് പറയല്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കാനുള്ളതാണ്. അപ്പൊ എൻകോഡറിൽ ഞാൻ പറഞ്ഞു ആദ്യം ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എണ്ണം വരച്ചു, എല്ലാത്തിന്റെയും ഫ്രണ്ടിൽ എക്സോർ വരച്ചു. ഇനി നമ്മൾ ബാക്കിയെല്ലാം സെയിം ആണ്. എന്താണ്? S1ന്റെ ലെഫ്റ്റ് സൈഡിലാണ് G1 വരുന്ന, S2ന്റെ ഇവിടെ ഒരു S2 ഉണ്ടാവും അല്ലെ, സാധാരണ രീതി വരയ്ക്കുമ്പോൾ S2ന്റെ തൊട്ട് ബാക്ക് ലെഫ്റ്റ് സൈഡിലുള്ള എക്സോറിലാണ് G2 വരുന്നത് അല്ലെ, ആ രീതിയിൽ വരും. എന്നിട്ട് Sn-kയുടെ തൊട്ട് ലെഫ്റ്റിലാണ് Gn-k-1 വരുന്നത്. Sn-k-1ന്റെ തൊട്ട് ലെഫ്റ്റിലാണ് Gn-k-1 വരുന്നത്. അപ്പൊ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുന്നോ അതിന്റെ തൊട്ട് ബാക്കിൽ, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള എക്സോർ ഗേറ്റിലാണ് എന്ത് വരുന്നത്? സെയിം ജനറേറ്റർ മെട്രിക്സ് വരുന്നത്. അതായത് S1ന്റെ തൊട്ട് ലെഫ്റ്റിൽ G1 വരും, S2ന്റെ തൊട്ട് ബാക്കിൽ G2 വരും, Sn-k-1ന്റെ തൊട്ട് ബാക്കിൽ Gn-k-1 വരും എന്ന് പറഞ്ഞു. ക്ലിയർ ആയല്ലോ? ഇപ്പോ എൻകോഡറിന്റെ കേസ് വരച്ചാണെങ്കിൽ തന്നെ ബാക്കിയെല്ലാം വരച്ച. ഇനിയുള്ള ചേഞ്ച് ഞാൻ പറയാം. എൻകോഡറിൽ മെസ്സേജ് ബിറ്റ് ആയിരുന്നു. എൻകോഡറിൽ നമുക്കറിയാം ഇവിടെ ഒരു മെസ്സേജ് ബിറ്റ് ട്രാൻസ്മിറ്റും ചെയ്യുന്നു, അതേ സാധനം തന്നെ ഇങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇവിടെ നമ്മൾ റിസീവ് ചെയ്യുന്ന സാധനത്തിലാണ് ഡിവിഷൻ നടത്തുന്നത്. ഇവിടെ നമ്മൾ റിസീവ് ചെയ്ത, അതായത് ഇസഡിനെയാണ് g(x) കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ റിസീവ്ഡ് വെക്ടർ നമ്മൾ എവിടെയാ? ഇവിടെയാണ് റിസീവ്ഡ് വെക്ടർ വരയ്ക്കുന്നത്. ഇവിടെയാണ് റിസീവ്ഡ് വെക്ടർ വരയ്ക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഓർക്കുക, റിസീവ്ഡ് വെക്ടർ ഇവിടെയാണ് വരുന്നത്. ഇവിടെ ആ പൊസിഷൻ ഇരിക്കട്ടെ. അപ്പൊ റിസീവ്ഡ് വെക്ടർ ചുമ്മാ കണക്ട് ചെയ്യാക്കത്തില്ലല്ലോ. അപ്പൊ ഇതാ ഈ എല്ലാത്തിന്റെ ഫ്രണ്ട് വരയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. എല്ലാത്തിന്റെ ഫ്രണ്ട് വരയ്ക്കുന്ന കേസ് എൻകോഡർ വെച്ചാണ് ഞാൻ പറഞ്ഞത്. എല്ലാത്തിന്റെ ഫ്രണ്ട് വരയ്ക്കും. ആ ലാസ്റ്റ് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഫ്രണ്ടിൽ എക്സോർ വരയ്ക്കും എന്ന് പറഞ്ഞില്ലേ, ആ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഫ്രണ്ടിലുള്ള എക്സോർ ഗേറ്റ് നമുക്ക് ആവശ്യമില്ല. കാരണം നേരത്തെ അവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയാണ്, നേരത്തെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഈ എക്സോർ ഗേറ്റ് വഴിയായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ ഇൻപുട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ചേഞ്ച് എന്ന് പറയുന്നത് ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഫ്രണ്ടിലുള്ള എക്സോർ ഗേറ്റ് നേരെ എടുത്ത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ബാക്കിലോട്ട് വെക്കുക. ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന എക്സോർ ഗേറ്റ് നേരെ എടുത്ത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ബാക്കിലോട്ട് കൊടുക്കുക. കാരണം റിസീവ്ഡ് വെക്ടർ കൊടുക്കണം. റിസീവ്ഡ് വെക്ടർ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഒരു എക്സോർ ഗേറ്റ് വേണം. ഇനി ഒരു കാര്യം ഞാൻ നേരത്തെ എൻകോഡർ വരച്ചപ്പോൾ പറഞ്ഞു, S0 ബാക്കിയല്ലാതെ S1ന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലാണ് G1 കൊടുക്കുന്നത്. S0ക്ക് മാത്രം, എൻകോഡറിന്റെ കേസാണ് ഈ കേസ് അല്ല, എൻകോഡറിന് മാത്രമാണ്. ഇതാ നോക്കിയാ എൻകോഡർ വരയ്ക്കാൻ നോക്കിയാൽ മതി. എൻകോഡർ ഇതാ നോക്കിയേ,
ഇതാണ് എൻകോഡർ സർക്യൂട്ട്. ഞാൻ കമ്പയർ ചെയ്ത് പറയാൻ, അപ്പൊ ഒരെണ്ണം പഠിച്ചാൽ ബാക്കി വരയ്ക്കാം. അതാ ഈ ഒരു ഒറ്റ എക്സോർ ഗേറ്റ് ഇൻപുട്ട് കൊടുക്കാനായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. ഈ എക്സോർ ഗേറ്റ് മാത്രം എടുത്തു. ഇവിടെ G2 R2ന്റെ ബാക്കിലായിരുന്നു G2, R1ന്റെ ബാക്കിലാണ് G1. R0യുടെ ബാക്കിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് R1ന്റെ മുകളിലോട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, G0 വരയ്ക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷേ ഇവിടത്തെ കേസിൽ നോക്കിയേ, ഇവിടത്തെ കേസിൽ റിസീവ്ഡ് വെക്ടർ വരുന്നുണ്ട്. അവിടെ ഒരു എക്സോർ ഗേറ്റ് ഞാൻ പറഞ്ഞു, ഈ ലാസ്റ്റ് പൊസിഷനിൽ ഉണ്ടായിരുന്ന എക്സോർ ഗേറ്റ് നമുക്ക് ആവശ്യമില്ല, കാരണം മെസ്സേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഇതെടുത്ത് നമ്മൾ ഈ S0യുടെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊടുത്തു. അത് കൊടുത്തത് കൊണ്ട് നേരത്തെ നമുക്ക് S0യുടെ ബാക്കിലായിരിക്കണം അല്ലെ, S1ന്റെ ബാക്കിലാണ് G1, S2ന്റെ ബാക്കിലാണ് G2, Sn-k-1ന്റെ ബാക്ക് അല്ല, ലെഫ്റ്റിലാണ് Gn-k-1. ഇവിടെ നേരത്തെ R0യുടെ ബാക്ക് ഇല്ലാത്തതുകൊണ്ട് R0യുടെ മുകളിലോട്ട് വരച്ചു. പക്ഷേ ഇവിടെ S0ക്ക് ഓൾറെഡി ബാക്കിൽ ഒരു എക്സോർ ഗേറ്റ് ഉണ്ടല്ലോ, കാരണം ഈ ലാസ്റ്റ് എക്സോർ ഗേറ്റ് ആണല്ലോ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചത്. കാരണം റിസീവ്ഡ് വെക്ടർ ഇവിടെയാണ് വരുന്നത്. അപ്പോ ആ ലാസ്റ്റ് എക്സോർ ഗേറ്റിലോട്ട് എന്ത് വരും, ദിസ് വിൽ ബി അവർ G0. ദിസ് വിൽ ബി അവർ G0. G0 വരയ്ക്കുക. നോർമൽ ജനറലി നമ്മൾ പഠിക്കുന്ന അവിടെ എല്ലാം G0യുടെ വാല്യൂ 1 വരും. അതുകൊണ്ടാണ് ഇവര് ഷോർട്ട് സർക്യൂട്ട് വെച്ച് വരയ്ക്കുന്നത്. പക്ഷെ ആക്ച്വലി G0 is also there, but in most cases G0 will be equal to 1. അതുകൊണ്ടാണ് ഇവര് G0 വരയ്ക്കാതെ ഇതായിട്ട് വരച്ചത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോ സർക്യൂട്ട് വരയ്ക്കാൻ മനസ്സിലായല്ലോ. സർക്യൂട്ട് എങ്ങനെയാ വരയ്ക്കുന്നത്, നമ്മൾ ആദ്യം വരച്ചതുപോലെ തന്നെയാണ്. എൻകോഡറുമായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും എൻകോഡറിന്റെ വീഡിയോ ആദ്യം കേൾക്കുക, കേട്ടിട്ടില്ലാത്തവര്. അപ്പൊ എൻകോഡറിൽ എന്താ സംഭവിക്കുന്നത്, ആദ്യം റിഡൻഡന്റ് ബിറ്റ്സ് ഈ സെയിം റിഡൻഡന്റ് ബിറ്റ് ആണ് ആദ്യം വരയ്ക്കുന്നത്. ഇവിടെ അതേ നമ്പർ ഓഫ് സിൻഡ്രോമിന്റെ ബിറ്റ് വരയ്ക്കുക. അപ്പൊ റിഡൻഡന്റ് ബിറ്റിന്റെ എണ്ണം n-k ആണ്. 0യിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. 0 to n-k-1 നമ്മൾ വരച്ചു കഴിഞ്ഞു അല്ലെ. 0 to n-k-1 വരച്ചു. ഇനി എൻകോഡർ രണ്ടും കൂടെ ഒരുമിച്ച് പറയണേ. എൻകോഡറിൽ നമ്മൾ എല്ലാത്തിന്റെ ഫ്രണ്ടിൽ ഒരു എക്സോർ ഗേറ്റ് വരയ്ക്കും. വരച്ചു ഇവിടെ. അപ്പൊ ആ രീതിയിൽ ആലോചിക്കുമ്പോൾ ഇവിടെ ഒരു എക്സോർ ഗേറ്റ് വരേണ്ടതാണ്. ഓക്കെ. എന്നിട്ട് ഓരോന്നിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് അതിന്റെ കറസ്പോണ്ടിങ് ജനറേറ്റർ മെട്രിക്സ് വരും. S1ന്റെ ബാക്കിൽ ലെഫ്റ്റ് സൈഡിൽ G1, ഇവിടെ ഒരു S2 ഉണ്ട്. S2ന്റെ ലെഫ്റ്റിൽ G2, Sn-k-1ന്റെ ബാക്കിൽ Gn-k-1. ഇവിടെ എൻകോഡറിൽ ഇവിടെ മെസ്സേജ് കൊടുക്കുമായിരുന്നു, ഏതാണ് ഈ റൈറ്റ് മോസ്റ്റ് കോർണറിൽ. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ആ എക്സോർ ഗേറ്റ് എടുത്ത് ഇവിടെ കൊടുക്കും. കാരണം അവിടെയാണ് നമുക്ക് റിസീവ്ഡ് വെക്ടർ കൊടുക്കേണ്ടത്. അവിടെയാണ് നമ്മൾ റിസീവ്ഡ് വെക്ടർ കൊടുക്കേണ്ടത്. സോ റിസീവ്ഡ് വെക്ടർ, കാരണം ഇവിടെ റിസീവ്ഡ് വെക്ടറിനെയാണ് g(x) കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ മെസ്സേജ് ബിറ്റ് ഇവിടെ കൊടുക്കാൻ കാരണം മെസ്സേജ് ബിറ്റ് ഇൻറ്റു x⁻n-k ആണ് g(x) കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. ആ ഒരു വ്യത്യാസം അത്രേ വരുന്നുള്ളൂ. അപ്പൊ റിസീവ്ഡ് വെക്ടർ ഇവിടെ വരും. നേരത്തെ R0യുടെ കേസ് ആയിരുന്നപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് G0 ഇവിടെ വരുമായിരുന്നു, ഇവിടെ G0 വരുമായിരുന്നു. പക്ഷേ ഇപ്പോ ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി ഒരു എക്സോർ ഗേറ്റ് ഉണ്ടല്ലോ. സോ എന്ത് ചെയ്യണം, സോ ഇവിടെ അല്ല വരുന്ന, ഇതിന്റെ മുകളിൽ വരത്തില്ല. പകരം G0 വിൽ ബി ഓൺ ദി ലെഫ്റ്റ് സൈഡ്. പഴയതുപോലെ തന്നെ G0 വിൽ ബി ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് S0. അപ്പൊ G0 ഇവിടെ ആയിരിക്കും. സോ ദിസ് ഈസ് ദി എൻകോഡർ സർക്യൂട്ട്. അപ്പൊ കമ്പയർ ചെയ്ത് പഠിക്കുക. ഒരെണ്ണം പഠിച്ചാൽ ബാക്കി സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ജനറേറ്റർ മെട്രിക്സ്, ഇനി ബാക്കി ഒന്നും ഒരു വ്യത്യാസമില്ല. വളരെ എളുപ്പമാണ്. എൻകോഡറും ഡീകോഡറും അത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ബാക്കി വർക്കിംഗ് എല്ലാം സെയിം ആണ്. ഇനി ജനറേറ്റർ മെട്രിക്സ് കണ്ടെത്തുക. ജനറേറ്റർ മെട്രിക്സ് കണ്ടെത്തുമ്പോ ഏതൊക്കെ ജനറേറ്റർ മെട്രിക്സ് ഉണ്ട്, 1 വരുന്നു, അതെല്ലാം ഷോർട്ട് ആയിട്ട് വരയ്ക്കുക. ഏതൊക്കെ ജനറേറ്റർ മെട്രിക്സ് 0 വരുന്നു, അത് ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ വരയ്ക്കാതിരിക്കുക. ഓക്കെ.
ഓക്കെ, അപ്പൊ സിൻഡ്രോം കാൽക്കുലേഷൻ ഇനി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ വേറെ ഒന്നുമില്ല, അത് വർക്കിംഗ് ആകുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ ഗേറ്റ് 2 എനേബിൾ ആയിരിക്കും. ഫസ്റ്റ് കേസിലെല്ലാം ഗേറ്റ് 2 എനേബിൾ ആയിരിക്കും. പഴയതുപോലെ റിസീവ്ഡ് വെക്ടർ കംപ്ലീറ്റ് ആകുമ്പോൾ അത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. റിസീവ്ഡ് വെക്ടർ എല്ലാം കഴിയുമ്പോൾ, അതായത് 10110 ഇങ്ങനെ ഒരു മെസ്സേജ് ആണെങ്കിൽ ആ 0യും 10110 ഇതെല്ലാം വന്ന് കഴിയുമ്പോൾ, ഫുൾ റിസീവ്ഡ് സിഗ്നൽ എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ, നേരത്തെ നമ്മൾ മെസ്സേജ് പറഞ്ഞതൊക്കെ തന്നെ ഫുൾ റിസീവ്ഡ് സിഗ്നൽ വന്നു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഈ ഗേറ്റ് 2 ഡിസേബിൾ ചെയ്യും. എന്നിട്ട് ഗേറ്റ് 1 എനേബിൾ ചെയ്യും. എന്തിനാണ് ഗേറ്റ് 1 എനേബിൾ ചെയ്യുന്ന? ഈ ഷിഫ്റ്റ് രജിസ്റ്ററിലുള്ള വാല്യൂ പുറത്തോട്ട് എടുക്കുക. കാരണം ദാറ്റ് വിൽ ബി അവർ സിൻഡ്രോം ഔട്ട്പുട്ട്. നമ്മളെ സിൻഡ്രോം ഔട്ട്പുട്ട് പഴയതുപോലെ തന്നെയാണ്. എന്താണ്, ആദ്യം ഇത് എനേബിൾ ആയിരിക്കും, ഗേറ്റ് 2 എനേബിൾ ആയിരിക്കും. ഈ വരുന്ന ഷിഫ്റ്റ് രജിസ്റ്റർ, അതായത് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ കണ്ടന്റും ജനറേറ്റർ മെട്രിക്സിനും ഒക്കെ അനുസരിച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഗേറ്റ് 2 എനേബിൾ ആയിരിക്കും. അതിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ വാല്യൂസ് എല്ലാം വരുന്നത്. എന്നിട്ട് സിൻഡ്രോമിന്റെ എല്ലാ വാല്യൂസും എപ്പോൾ കംപ്ലീറ്റ് ചെയ്യും? 10110 ആണ് റിസീവ്ഡ് സിഗ്നൽ എങ്കിൽ ആ 10110യും വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? 10110യും വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗേറ്റ് 2 ഡിസേബിൾ ചെയ്തിട്ട് ഗേറ്റ് 1 വിൽ ബി എനേബിൾഡ്. കാരണം എന്താണ്, നമുക്ക് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ഔട്ട്പുട്ട് സിമ്പിൾ ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേണമെന്നുള്ളപ്പോൾ മാത്രം ഗേറ്റ് 1 എനേബിൾ ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഷിഫ്റ്റ് രജിസ്റ്ററിനുള്ളത് നമ്മൾ ഔട്ട്പുട്ടിലോട്ട് കിട്ടും. ഇനിഷ്യൽ കേസ് കാൽക്കുലേഷന്റെ സമയത്ത് ഗേറ്റ് 1 വിൽ ബി ഡിസേബിൾഡ് ആൻഡ് ഗേറ്റ് 2 വിൽ ബി എനേബിൾഡ്. അപ്പൊ എന്ത് കിട്ടും? വരുന്നതിനനുസരിച്ച് ഗേറ്റ് 2 എനേബിൾ ആവുകയും ഗേറ്റ് 1 ഡിസേബിൾ ആവുകയും ചെയ്യും. എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഗേറ്റ് 2 ഡിസേബിൾ ആക്കുകയും ഗേറ്റ് 1 എനേബിൾ ആക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് N-K സിൻഡ്രോം കാൽക്കുലേഷൻ സർക്യൂട്ട്. ഇത് എന്തായി? സിൻഡ്രോമിന്റെ കാര്യം ഓർക്കുക, പഴയ എണ്ണമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടായത്. സിൻഡ്രോമിന്റെ കാൽക്കുലേഷൻ, സിൻഡ്രോമിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല, കാര്യം നമ്മൾ പണ്ട് പഠിച്ചത് ഓർമ്മയില്ലേ? സിൻഡ്രോമിന്റെ വാല്യൂ എത്രയായിരുന്നു? S1 S2 എക്സെട്ര അപ് ടു SR ആയിരുന്നു അല്ലെ സിൻഡ്രോമിന്റെ വാല്യൂ. ഇവിടെ അത് തന്നെയാണ്. അപ്പൊ 0ൽ നിന്ന് തുടങ്ങുമ്പോൾ R-1, R = N-K-1. ഓക്കെ, ആ സെയിം തന്നെയാണ് വരച്ചത്, വ്യത്യാസമൊന്നുമില്ല. അപ്പൊ N-K സിൻഡ്രോം കാൽക്കുലേഷൻ സർക്യൂട്ട് ഫോർ ആൻ N-K സൈക്ലിക് കോഡ്. ക്ലിയർ ആയല്ലോ? വരയ്ക്കാൻ കമ്പയർ ചെയ്ത് വരയ്ക്കുക, വളരെ എളുപ്പമാണ്. എൻകോഡർ എൻകോഡർ തന്നെ നമുക്കിപ്പം വരയ്ക്കാം. ഡീകോഡറിനുള്ള ചേഞ്ചസ് മാത്രം നോട്ട് ചെയ്യുക. കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ജനറേറ്റർ മെട്രിക്സ് വിത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി പ്രൊഡ്യൂസിങ് സം ഡിവിഷൻ അല്ലെ, ഡിവിഷൻ ടേംസ് ആണ് ഉണ്ടാവുന്നത്. ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പും ഈ ജനറേറ്റർ മെട്രിക്സിന്റെ അറേഞ്ച്മെന്റ് എന്താണ്? ഒരു ഡിവിഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഓപ്പറേഷൻ നടത്തുന്നത്. ഡിവിഷൻ ഓപ്പറേഷൻ ആണ് നടത്തുന്നത്. അതിന്റെ റിമൈൻഡർ ആയിരിക്കും ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അത് എൻകോഡർ ആയാലും ഡീകോഡർ ആയാലും. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ആകെ വ്യത്യാസം എന്താണ്? റിസീവ്ഡ് വെക്ടർ ആണ് ഇവിടെ വരുന്നത്. മറ്റത് കൊടുക്കുന്ന മെസ്സേജിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. ആ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ക്ലിയർ ആയാലോ? ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇത് ജനറൽ ഡീകോഡർ സർക്യൂട്ട് ഇങ്ങനെയാണ്. ജനറൽ ഡീകോഡർ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല. ജനറൽ ഡീകോഡിംഗ് സർക്യൂട്ട് ആകുമ്പോൾ നമ്മൾ ഈ സിൻഡ്രോമിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് വരയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. കാരണം ഇത് കണ്ടോ, ഫീഡ്ബാക്കും ജനറേറ്റർ മെട്രിക്സും ഒക്കെ വെച്ചിട്ടുള്ള നമ്മളിപ്പം പഠിച്ച സാധനമാണ് ഈ വരച്ചത്. അതായത് നമ്മളിപ്പോ പഠിച്ചതൊന്ന് ജസ്റ്റ് നോക്കുക. ഈ സാധനം അല്ലേ, അതായത് സിൻഡ്രോം കാൽക്കുലേഷൻ സർക്യൂട്ട്. ആ സിൻഡ്രോം കാൽക്കുലേഷൻ സർക്യൂട്ട് ഉണ്ടോ, ഫീഡ്ബാക്കും എല്ലാം, പിന്നെ റിസീവ്ഡ് വെക്ടറും വരണം. ആ ഒരു സാധനമാണ് ഈ വരച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ ഈ വരച്ചിരിക്കുന്നത്, അതായത് സിൻഡ്രോമിന്ന് ഒരു ഫീഡ്ബാക്ക് വന്നു, അതും ജനറേറ്റർ മെട്രിക്സുമായിട്ടൊക്കെ ഓപ്പറേഷൻ ചെയ്താണ് വീണ്ടും സിൻഡ്രോമിലോട്ട് വരുന്നത്. എന്നിട്ട് ഈ സിൻഡ്രോമിലോട്ട് നമ്മൾ എന്ത് കൊടുക്കും? ആ റിസീവ്ഡ് വെക്ടർ, ആ കൺസെപ്റ്റ് നോക്കിയാൽ മതി. ആ റിസീവ്ഡ് വെക്ടർ ഇതുവഴി വന്ന് ഈ ഇൻപുട്ടിലോട്ട് കൊടുത്തു. എന്താണ്? സിൻഡ്രോം കാൽക്കുലേഷനിലോട്ട് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സിൻഡ്രോം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് കിട്ടും? സിൻഡ്രോം നമുക്ക് കിട്ടി. സിൻഡ്രോം എന്ന് എറർ കിട്ടും അല്ലെ, എറർ കിട്ടും. ആ എറർ ഇവിടെയാണ് ഔട്ട്പുട്ട്. ഇത് സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ആദ്യം ഇതിന്റെ ടേംസ് ചെയ്യാൻ പറയട്ടെ. സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് എററും കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്കറിയാം എറർ പ്ലസ് റിസീവ്ഡ് സിഗ്നൽ വിൽ ഗീവ് us ദി
കറക്റ്റഡ്. ഇത് കറക്റ്റഡ് വെക്ടർ എന്നാണ് എഴുതിയിരിക്കുന്നത്. കറക്റ്റഡ് വെക്ടർ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് കോഡ് വേർഡ്. കറക്റ്റഡ് വെക്ടർ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് കോഡ് വേർഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മളെ സിൻഡ്രോം കാൽക്കുലേറ്റ് പഠിച്ച സർക്യൂട്ട് ആണ്. ഈ സാധനമാണ് ഈ വരച്ചിരിക്കുന്നത്. റിസീവ്ഡ് വെക്ടർ ഒരു XOR ഗേറ്റ് വഴി ഈ സർക്യൂട്ടിലോട്ട് കൊടുക്കുകയാണ്. കണ്ടോ, റിസീവ്ഡ് വെക്ടർ ഒരു XOR ഗേറ്റ് വഴി ഈ സർക്യൂട്ടിലോട്ട് കൊടുക്കും. ക്ലിയർ ആയാലോ? അപ്പൊ ആ സർക്യൂട്ടാണ് ഈ വരച്ചിരിക്കുന്നത്. റിസീവ്ഡ് വെക്ടർ ഇതാ വരുന്നു. റിസീവ്ഡ് വെക്ടർ കണ്ട ഒരു ഇൻപുട്ട് വഴി ഇതിലോട്ട് കൊടുത്തു. റിസീവ്ഡ് വെക്ടർ ഒരു ഇൻപുട്ടിലോട്ട് കൊടുത്തു അല്ലെ. കണ്ട ഈ റിസീവ്ഡ് വെക്ടർ ഒരു XOR ഗേറ്റ് വഴി ഇതിന്റെ ഈ സർക്യൂട്ടിലോട്ട് കൊടുത്തു. ഇതാണ് ആ സർക്യൂട്ട് നമ്മളിപ്പം നമ്മൾ കണ്ടുപിടിച്ച സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഈ സിൻഡ്രോം, അതായത് ആ സിൻഡ്രോം രജിസ്റ്റർ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് വരച്ചിട്ട് അതിൽ നിന്ന് തന്നെ ഫീഡ്ബാക്ക് ഉണ്ടാവും അല്ലെ. ആ ഫീഡ്ബാക്കും ജനറേറ്റർ മെട്രിക്സും ഒക്കെ വെച്ചിട്ടാണ് ഈ സർക്യൂട്ട് ഫോം ചെയ്യുന്നത്. ആ സർക്യൂട്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? റിസീവ്ഡ് വെക്ടർ ഇൻപുട്ട് XOR ഗേറ്റ് വഴി കൊടുത്തു. ശരിയാണോ? ഇനി ഇവിടെ സംശയം വരുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ റിസീവ്ഡ് വെക്ടർ ഇവിടെ വന്നു, ഇവിടെ ഒരു ബഫർ രജിസ്റ്റർ എന്തിനാണ് എന്നുള്ളതായിരിക്കും. ബഫർ രജിസ്റ്റർ എന്ന് വെച്ചാൽ റിസീവ്ഡ് വെക്ടർ വന്നു, ആ റിസീവ്ഡ് വെക്ടർ ഉപയോഗിച്ച് നമ്മൾ സിൻഡ്രോം ഫോം ചെയ്തു. ആ സിൻഡ്രോം ഫോം ചെയ്തു. ഇനി ഈ സിൻഡ്രോം ഉപയോഗിച്ച് നമ്മൾ എറർ ഉണ്ടാക്കും ആണല്ലോ. സിൻഡ്രോം 0 ആണെങ്കിൽ എറർ ഇല്ല. വിൽ ബി 0 0 0 0 0 0. സിൻഡ്രോമിന് അനുസരിച്ചിട്ട് എററിന്റെ വാല്യൂ ഏതാണ് നമ്മൾ തീരുമാനിക്കുക. അപ്പൊ എറർ വെക്ടർ ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോ ആ എറർ പ്ലസ് റിസീവ്ഡ് ആണ് കറക്റ്റഡ് കോഡ് വേർഡ്. എറർ പ്ലസ് റിസീവ്ഡ് ആണ് എന്ത് കറക്റ്റഡ് കോഡ് വേർഡ് എന്ന് പറയുന്നത്. എറർ പ്ലസ് റിസീവ്ഡ് വിൽ ബി അവർ കറക്റ്റഡ് കോഡ് വേർഡ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ റിസീവ് ചെയ്ത സാധനം വന്നു, അത് വെച്ച് നമ്മൾ ആദ്യം സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്തു, സിൻഡ്രോമിൽ നിന്ന് എറർ കാൽക്കുലേറ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് വരുമ്പോ ആ റിസീവ്ഡ് സാധനം അവിടെ വേണ്ടേ? അതിനു വേണ്ടിയാണ് ബഫർ രജിസ്റ്റർ വെച്ചിരിക്കുന്നത്. അപ്പൊ ആ റിസീവ്ഡ് സാധനം ഇങ്ങോട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ബഫർ രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ഇവിടെ എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞ് ആ റിസീവ്ഡ് വെക്ടർ ഉപയോഗിച്ച് സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്തു, സിൻഡ്രോം ഉപയോഗിച്ച് എറർ കാൽക്കുലേറ്റ് ചെയ്തു. ആ എറർ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ എറർ വരുമല്ലോ, ആ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന എറർ ഉണ്ടല്ലോ, എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഒരു എറർ വരും. ആ വരുന്ന എറർ വരുന്നത് വരെയും ബഫർ രജിസ്റ്ററിലോട്ട് സൂക്ഷിക്കും. ആ എറർ കാൽക്കുലേറ്റ് ചെയ്ത് തീരുമ്പോൾ ഈ സ്വിച്ച് S ഔട്ട് ഓൺ ആക്കുകയും എന്ത് കിട്ടും? റിസീവ്ഡ് സിഗ്നൽ Z ഇവിടെ എത്തുകയും ഇവിടെ എറർ വരികയും ചെയ്യും. ആ Z പ്ലസ് E gives our corrected code vector C അല്ലെങ്കിൽ D, ഇവിടെ ഏത് സിമ്പിൾ ആണോ അത്. It will be giving our corrected code vector. So this is the general form of decoder for cyclic code. അപ്പം ഡീകോഡർ സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത് ഇത്രയും വരയ്ക്കുക. ഡീകോഡർ സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത് ഇത്രയും വരയ്ക്കുക, അതാണ് നല്ലത്. എക്സാമിനാണെങ്കിലും ഇത് നമുക്ക് ഇപ്പം പറഞ്ഞ ജനറേറ്റർ മെട്രിക്സും എല്ലാം വെച്ചിട്ട് ഈ ഫീഡ്ബാക്ക് ഒക്കെ വെച്ച് നമുക്ക് ഫോം ചെയ്യാം. അതിന്റെ കൂടെ റിസീവ്ഡ് വെക്ടറും എറർ പാറ്റേൺ ഡിറ്റക്ടറും ബഫർ രജിസ്റ്ററും കൂടെ ഒക്കെ വെച്ചിട്ട് വേണം ജനറൽ ഡീകോഡർ സർക്യൂട്ട് വരയ്ക്കാൻ. പക്ഷെ സിൻഡ്രോം ഡീകോഡർ എന്ന് പറയുകയാണെങ്കിൽ ഇതുവരെ മതിയാവും. സിൻഡ്രോം നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.